രാജപാപ്പന്റെ കൂടെ 40 ആൾ പോയി, 41 ആൾ, കാലടക്കം 41 ആൾ. അതിന് 4 ആൾ വേണം. ആ 4 ആൾ പേരിലാണ് ഈ ഖബർസ്ഥാൻ അറിയപ്പെടുന്നത്. ചാരിയാർ എന്ന് പറയും. ചാർ എന്ന് പറഞ്ഞാൽ ചാരിയാർ, 4 സ്നേഹിതർ. ഇതിലൊന്നാമത്തെ അന്നാസകൾ വെള്ളെടുത്ത ഒന്നാള്, പിന്നെ കഞ്ഞി ഉണ്ടാക്കി, ലങ്കർ ഉണ്ടാക്കിയ ഭണ്ഡാരി ബാബ, കാസ ബാബ, ഖാജാന്റെ വസ്ത്രം കഴുകിക്കൊടുത്ത ഖാജ അലി റംഗ്രേജ്. പിന്നെ അങ്ങനെ വേറെ ആളും കൂടി, അങ്ങനെ 4 ആൾ ഖാജാന്റെ കാലത്തുള്ള. അവരുടെ പേരിലാണ് ഈ ചാരിയാർ എന്ന് പറയുന്നത്. ശക്കരബാബു ശേഷം ശേഷക്കാർ ഖാജാന്റെ കൂടെ വന്നവരെ പറയുന്നുണ്ട് അഭിപ്രായം, ഡേറ്റ് ഇല്ല ശരിയാ. അപ്പോൾ 4 മഹാന്മാരാണ് അറിയപ്പെട്ടത്. ശക്കരബാബ, പിന്നെ അന്നാസകൾ വെള്ളമെടുത്ത് വന്ന കാസ ബാബ, ഭണ്ഡാരി ബാബ, ലങ്കർ ഉണ്ടാക്കി, കഞ്ഞി ഉണ്ടാക്കി, ഖാജാന്റെ വസ്ത്രം കഴുകി കൊടുത്ത ഖാജ അലി റംഗ്രേജ്. അത് കൊച്ചുങ്ങളിപ്പോൾ പോയില്ല അങ്ങോട്ട് അയാൾ. അങ്ങനെ ബാക്കി ഒരുപാട് ഔലിയാക്കന്മാരിൻ്റെ അകത്തുണ്ട്. ഖാജാന്റെ കാലം തൊട്ടേയുള്ള ഖബർസ്ഥാൻ. അതാണ് ഞാൻ പറഞ്ഞത്, കാസാവിന് വെള്ളമെടുത്തു ഒരാളങ്ങോട്ട് പോകുന്നുണ്ടോ, ഒരാൾ ഇറങ്ങുന്നുണ്ടോ? അവിടെയുള്ളു. അവിടെ താഴത്തിറങ്ങി കഴിഞ്ഞാൽ താഴത്തെ ഒരു മക്കാം ഫുള്ളും ഖബർ. അതിലേക്ക് പോയിട്ട് 4 ഒരു താഴെയായിട്ടുള്ള ഖബർ, മാർബിൾ. അങ്ങനത്തെ ഖബർ വേറെ ഇല്ല. പതിനെ കാര്യപ്പോൾ വെള്ളത്തിനകത്ത് പേര് ഉള്ളത് ഖാജ അലി റംഗ്രേജ്. ഇവരൊക്കെ ഒറിജിനൽ ഖബർ താഴെ, അതിനെ വസ്ത്രം കഴിക്കും. പിന്നെ ഭണ്ഡാരി ബാബു അടച്ചിട്ടുണ്ട്, കഞ്ഞിണ്ടാക്കി, ലങ്കർ ഉണ്ടാക്കി. ആ മക്കാമാണ് ആളെ കണ്ട് അടച്ചിട്ടുണ്ട്. ആളെ അടച്ചിട്ടുണ്ട്. മറ്റേ പോയിന്റ് വസ്ത്രം കഴിക്കൊടുത്ത ശക്കരബാബ. ഈ 4 മക്കാമെന്ന് അറിയിക്കും. ശക്കരബാബു ശേഷം വന്നവരാണ്. ഇത് ഡൽഹിയിൽ ജീവിച്ച ആളായിരുന്നു. നിസാമി ഫക്കീർ മഹാനവറുകൾ ജീവിച്ചിരിക്കാണ്ട് മധുരം കൊടുത്തു. ആര് വന്ന് വർക്കത്തിന് മധുരം കൊടുത്തു, ഔദ്യോഗികപ്പെട്ട. അങ്ങനെ അതിനാണ് ഈ ശക്കര വന്ന പേര്. ശരിയായ പേര് ഹാഫിദ് ഷംസുദ്ദീൻ ജിസ്തി നിസാമി ഫക്കീർ ദഹ്ലവി, അറിയപ്പെടുന്ന ശക്കര ബാബ. മലയാളത്തിൽ മൂപ്പര് ഹസിയത്തുണ്ട്. എന്നെ ഖാജാന്റെ അവസ്ഥ അടക്കം ചെയ്യണം. ഏകദേശം സുമാർ 400 കൊല്ലം കൂടി അങ്ങനെ മരണപ്പെടുന്ന ഡൽഹിയിലാണ്. മരണപ്പെട്ട് ജനാസ വീട്ടിൽ അകത്തേക്ക് കിട്ടില്ല. തടഞ്ഞു. അങ്ങനെ മൂപ്പര് തടഞ്ഞതിന് ശേഷം ഇവിടെ രാത്രിയായി ഇവർ ജനാസ അപ്പോൾ ഡൽഹി ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ്, ജനാസ പോകുന്ന വഴിയിൽ ആർച്ച് ഡൽഹി ഗേറ്റ്, അവിടെ ജനാസത്തെ അകത്തേക്ക് വിട്ടു. തടഞ്ഞതിന് ശേഷം മയ്യത്ത് കടത്തിയതാണ്. അങ്ങനെ മയ്യത്ത് ഹയാത്തായി എനിക്ക് മയ്യത്തിന് ഹയാത്തായി എന്നാണ് പറയപ്പെടുന്നു. പിന്നെ വന്നെന്ന് പറയുന്നു. പിന്നെ ആൾക്കാർ മൂപ്പർ മയ്യത്തിന് ഹയാത്തായാലും അകത്തേക്ക് വിട്ടെന്ന് പറഞ്ഞു. അതിന് പിന്നെ പഞ്ചസാര എല്ലാ കബറിലും കാണാം. മന്ദബുദ്ധി, സംസാരിക്കാതെ കുട്ടികൾ, പരിപ്പെട്ട വിദ്യാർത്ഥി, കുട്ടികൾ എല്ലാവരും ക്യാൻസർ ഷുഗർമാർ, കുട്ടികൾക്ക് നല്ല പഠിക്കുന്ന നല്ല ബുദ്ധി, കുട്ടികൾ കൂടുതൽ അതൊക്കെ 5 വർഷം ചെയ്യും. ഈ പഞ്ചസാര കൈയെടുത്ത് നക്കിരിക്കും. ചെറിയ കുട്ടികളും ജാർത്തും നക്കി. रनिंग करेगा ना।